സുഹൃത്തുക്കളെ, മെയ് 1 ഇന്ന് രാത്രിയാണ്. നമ്മൾ 1073, 1074, 1075, പിന്നെ പീജാനിനെ കുറിച്ച് EMS പറഞ്ഞിട്ടുള്ള 1076 അങ്ങനെയുള്ള സ്നാപ്പുകളിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും പീജാനിയുടെ സമ്പൂർണ്ണ കൃതികൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 101 സ്നാപ്പുകൾ എന്നുള്ളതാണ് മാർച്ച് 27 മുതൽ മെയ് 1 വരെ എന്നുള്ളതാണ്. അത് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. കുറച്ച് യാത്രകൾക്ക് ശേഷം കറങ്ങി ഞാൻ വീട്ടിലെത്തിയാലും ഇത്തിരി ലൈറ്റാണെങ്കിലും സമയം 9:30 കഴിഞ്ഞു, സ്നാപ്പുകൾ ചെയ്യാമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും തീനാളം എന്ന് പറയുന്ന ഒരു സ്നാപ്പാണ് മെയ് 1-ാം തീയതി ഇന്ന് ഞാൻ ലോകത്തിന് സമർപ്പിക്കുന്നത്. തീനാളം 1073-ാമത്തെ സ്നാപ്പാണ്. അധികം ബഹളം കുറച്ച് ഈ രാത്രികൾ മറ്റുള്ള അയൽക്കാരെ ഉപദ്രവിക്കാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഉയരുകയാണീ തീനാളമാശതം ശതന്നൊടുവിലായുള്ളൊരാ ആന്തൽ കണക്കിതാ. ഉയരുകയാണ് തീനാളമാശതന്നൊടുവിലായുള്ളൊരാന്തൽ കണക്കിതാ. തിരിയുകയാണ് മാനസം പിന്നിലെ കരിയൊരാക്കാല ഒന്നോർത്തു നോക്കുവാൻ. തിരിയുകയാണ് മാനസം പിന്നിലെ കരിയൊരാക്കാലമൊന്നോർത്തു നോക്കുവാൻ. രജനി പാരിനെ വേർപിരിഞ്ഞിടുവാൻ തുനിയുമാ മനോജ്ഞകവേളയിൽ കരതലം തന്നിൽ വീണയുമായി നീ വിരവിലെന്നടുത്തേക്കു വന്നങ്ങിനെ. മിഴികൾ ചിമ്മാതെ ഞാൻ നിന്നുപോയി. വഴിയുമാകാരഭംഗി കൊണ്ടാമലേ ഹിമകണത്തിൻ്റെ ശൈത്യവും തോറ്റുപോം നിൻ വിമലകാകളി പാടാൻ തുടങ്ങി നീ. അതുവരേക്കും ശ്രവിച്ചതില്ലത്രയ്ക്ക് മാദകമായുള്ള ഗീതി ഞാൻ. സുരപഥത്തിലെ കിന്നരി മണ്ണിൽ ഒന്നരിയ ഗാനങ്ങൾ പാടുന്ന മാതിരി മിഴികൾ രണ്ടുമടച്ചു ഞാൻ ആനന്ദ ചുഴിയിൽ ബോധം വെടിഞ്ഞു തിരിയവേ കരുതിയില്ല ഞാൻ. പെട്ടെന്നറിഞ്ഞു നീ ഒരു ചെറു ചോദ്യമൻ നേർക്കിതേ വിധം. ഒരു ചെറു ചോദ്യമൻ നേർക്കിതേ വിധം. അമരുമോ ഭവാനെന്നടുത്തെത്തുമെന്നെളിയ സംഗീതം ആസ്വദിച്ചിടുവാൻ. അമരുമോ ഭവാനെന്നടുത്തെത്തുമെന്നെളിയ സംഗീതം ആസ്വദിച്ചിടുവാൻ. ഒരു നിമിഷവും വൈകാതെയോതി ഞാൻ അരുതു സംശയം ഞാൻ ഇരുന്നിടുവാൻ. അതുലമാകുമേ ഗാനവുമായി നീ അകലുകില്ലെന്നു വാക്കു തന്നിടുമോ. അതുലമാകുമേ ഗാനവുമായി നീ അകന്നിടുകില്ലെന്നു വാക്കു തന്നിടുമോ. 2. മുഴുമതിത്തോറ്റു നാണിക്കുമാമുഖം. മുഴുമതിത്തോറ്റു നാണിക്കുമാമുഖം മുഴുകി മന്ദസ്മിതത്തിൻ തെളിഞ്ഞുതേ വദനമൊട്ടു കുനിച്ചു നീ സമ്മതം മുദിതഭാവേന നൽകിയ മാത്രയിൽ അമിതമോദത്തിൻ പുഷ്പകമേറി ഞാൻ അമരലോകത്തിലേക്കുയർന്നു പോയി. മഹിയിൽ മറ്റാരും ആശ്രയമില്ലാത്ത നിഹതഭാഗ്യനാണെന്നു ഞാനെന്നത് വളരെ നന്നായിട്ടറിഞ്ഞുമെന്നിൽ നീ
വളരെ ഒട്ടിപ്പിടിച്ചതാണ് അത്ഭുതം. ഇരുളടഞ്ഞൊരൻ ജീവിതത്തിൽ സ്വയം തിരികൊളുത്തുവാൻ സന്നദ്ധയായി നീ. 3. വെറുതെ എന്തിനു ചിന്തിച്ചു ചിന്തിച്ചു കരയണം പോട്ടെ കഥയൊക്കെയും. പുളകപൂർണമാമ നാടകത്തിൻ്റെ യവനിക വീഴ്ത്തി മാറി നിൽക്കുന്നു ഞാൻ. ഒടുവിൽ നിന്നോട് യാത്ര ചോദിച്ചൊര നിമിഷമെൻ മുന്നിലെത്തുന്നു വത്സലേ. അവനിതൻ പ്രാണനായകൻ ഭാനുമാൻ. അവനിയെ വിട്ടുപോകുവാൻ നിൽക്കവേ കഠിനവേദനയുള്ളിലുണ്ടെങ്കിലും കരളുറപ്പാർന്നു ചൊല്ലി ഞാൻ ഈ വിധം സുരമനോഹരി, ഞാൻ നിന്നെ വിട്ടിതാ പിരിയുകയാണ്. കേഴേണ്ട ഒരൽപ്പവും പരശത ഘാരതാണ്ഡനമേറ്റ പോൽ പരവശയായി നിന്നു നീ തെല്ലിട. കറയഴാത്തൊരു കുഞ്ഞിനെ പോലെ നീ കരൾ തകർന്നു വാവിട്ടു കേണുപോയി. തരുലതാദികൾ പോലും വിറച്ചുപോയി കരുണമാം നിന്റെ രോദനം കേൾക്കവേ. കരുതലുള്ള ഞാനപ്പോഴും പുഞ്ചിരി പൊരിയുവാനായി മടിച്ചില്ല ധീരയായി. രജനി വന്നു പതിവ് പോലമ്പിളി രജതകാന്തി വിതച്ചു പൂർവാശയിൽ. കരയുകയാണ് നീയെന്നറിഞ്ഞയുടൻ രജനി തൻ മേനി അയ്യോ വിളർത്തുപോയി. 4. കരയുകയില്ല ഞാൻ ജീവിതം പാഴിലായി കളയുകയില്ല ഞാൻ എത്ര ദുഃഖിക്കിലും. പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. കരയുകയില്ല ഞാൻ ജീവിതം പാഴിലായി കളയുകയില്ല ഞാൻ എത്ര ദുഃഖിക്കിലും. വരുവതൊക്കെയും കണ്ടറിഞ്ഞിങ്ങനെ വിരവിൽ മുന്നോട്ട് പോയിടും. ഇവിടെയുണ്ട് പലതും പഠിക്കുവാൻ. എവിടെ നോക്കിലും പാഠങ്ങൾ മാത്രമാം. കഠിനചിത്തനായി തീർന്നു ഞാനെന്നു നീ കരുതിയിടേണ്ട. കിനാവിലും കൺമണി അകമഴിഞ്ഞൊരു എന്നുദ്ദേശശുദ്ധി നീ അറിയുമേതൊരു കാലത്തിലെങ്കിലും. വെറുതെ ഇങ്ങനെ ചോല പോൽ കണ്ണുനീർ ചൊരിയുവാലോ സഖി മുന്നോട്ട് പോവുക. അവിടെ അമ്പരം ചുംബിക്കുമാറൊരു കനകമാളിക കാണാം നിനക്കയേ. അനന്തമാം സൗഭാഗ്യമൊത്തു നീ മൃദുല സംഗീത സാന്ദ്രമായി വാഴുക. കളയുവാൻ മേലോരൊറ്റ നിമിഷവും കരയുവാൻ മാത്രമല്ല ഈ ജീവിതം. 5. അകലെയാണു ഞാനെങ്കിലും ഗായകി അകലുകില്ലെൻ്റെ ചിത്തമൊരിക്കലും. മധുരമായ നിൻ ഗാനം അന്നേരവും കരളിലൂറി തുളുമ്പുകയാണയേ. ഹൃദയഹാരിണി ഞാൻ മരിച്ചിടുകിൽ ജഡമകന്നൊരൻ ജീവൻ പറന്നുടൻ പരിചിൽ നിന്നടുത്തേക്ക് വന്നിട്ടു നിൻ മൃദുലമേനിയെ പുൽക്കി നിന്നിടുവാൻ. മണലടിത്തൊരൻ പട്ടടച്ചാരവും പുളകമാർന്നു പോം നിൻ ഗാനവീചിയിൽ. ജീവിത യാഥാർത്ഥ്യത്തിൻ മുൾചക്രങ്ങളിൽ പെട്ടു കവികൾ പാടാറുള്ള സംസ്കാരം മരിക്കുന്നു. പെണ്ണിൻ്റെ സ്നേഹം പൂമാൻ നേടിയാലതു കുറ്റം. പെണ്ണൊരാണിനോടൊന്നു മിണ്ടിയാൽ മഹാകുറ്റം. തെറ്റല്ല വ്യഭിചാരം മറ്റാരും അറിയാതെ, തെറ്റല്ല ശിശുഹത്യ പോലും രഹസ്യമായി. ഇങ്ങനെയാണ് ആ കവിത പോകുന്നത്. അകലെയാണു ഞാനെങ്കിലും ഗായകി അകലുകില്ലെൻ്റെ ചിത്തമൊരിക്കലും.
മധുരമായ നിൻ ഗാനമന്നേരവും കരളിലൂറി തുളുമ്പുകയാണേ ഹൃദയഹാരിണി ഞാൻ മരിച്ചിടുകിൽ ജഡമകന്നൊരൻ ജീവൻ പറന്നയുടൻ. ഇങ്ങനെ പോകുകയാണ് ആ കവിത. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരികൾ പാടി നിർത്താം. ഇത് വേറൊരു കവിതയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കരയുകില്ല ഞാൻ ജീവിതം പാഴിലായി കളയുകയില്ല ഞാൻ എത്ര ദുഃഖിക്കിലും വരുവതൊക്കെയും കണ്ടറിഞ്ഞങ്ങിനെ വിരവിൽ മുന്നോട്ട് മുന്നോട്ട് പോയിടും. ഇവിടെയുണ്ട് പലതും പഠിക്കുവാൻ എവിടെ നോക്കിലും പാഠങ്ങൾ മാത്രമാം കഠിനചിത്തനായി തീർന്നു ഞാനെന്നു നീ കരുതിയിടേണ്ട. കിനാവിലും കൺമണി അകമഴിഞ്ഞൊരെന്നുദ്ദേശശുദ്ധി നീ അറിയുമാ മേതൊരു കാലത്തിലെങ്കിലും. തോറ്റുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയാണ് ആ സ്നാപ്പ് നമ്മൾ ഇവിടെ നിർത്തുന്നത്. സ്നാപ്പ് നമ്പർ 1074 സംതൃപ്തൻ എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പി ജാനകി സംതൃപ്തൻ. നോക്കാം. ശത്രുക്കൾ മാത്രമേയുള്ളെനിക്കെങ്കിലും, കുറച്ചുകൂടി തൃപ്തിയോടുകൂടി പറഞ്ഞു നോക്കാം. ശത്രുക്കൾ മാത്രമേയുള്ളെനിക്കെങ്കിലും സംതൃപ്തനാണ് ഞാനെന്നും. ഘോരവിഷം പുരണ്ടുള്ള ഒളിയമ്പുകൾ പരമന്മയിൽ തറച്ചു. താഴത്തു വീണു ഞാൻ കൈകാൽ നിലത്തടിച്ചാർത്ഥനായി കേണിടും നേരം. ആശതൻ പൂമൊട്ട് പോലെ നടന്നെത്തുന്നു ആശ്വസിപ്പിക്കാനൊരുത്തി. അമ്പുകൾ ഓരോന്നും ഊരിക്കളഞ്ഞിടൂ മൻപോടെ ചുംബനമേകും. അമ്പുകൾ ഓരോന്നും ഊരിക്കളഞ്ഞിടൂ മൻപോടെ ചുംബനമേകും. ഓരോ മുറിവിലും പീയൂഷധാര പോൽ ലാരോമലാളെൻ്റെ തങ്കം. ആ മടിത്തട്ടിൽ കിടത്തി എന്നെ പാടുമാമയം നിൽക്കുന്ന ഗാനം. ആ മടിത്തട്ടിൽ കിടത്തി എന്നെ പാടുമാമയം നിൽക്കുന്ന ഗാനം. പിന്നെയും പിന്നെയും പോരാടുവാൻ എന്നെ സന്നദ്ധനാക്കുമാ ദേവി. പിന്നെയും പിന്നെയും പോരാടുമാമെന്നെ സന്നദ്ധനാക്കുമാ ദേവി. മെയ് 1 തീയതി ആഹ്വാനത്തിൻ്റെ പാട്ട് എന്നുള്ളതും നിർബന്ധമാണ്. ഇത് 2 ഭാഗമേ ഉള്ളൂ. നോക്കാം. ആ തപജ്വാലയാൽ പൊള്ളും മരുഭൂവിൽ ശീതളഛായ എന്നോണം എങ്ങുമേ കാരുണ്യമില്ലാത്ത ലോകത്തിൽ എങ്ങു നിന്നെത്തി നീ ദേവി. ആ തപജ്വാലയാൽ പൊള്ളും മരുഭൂവിൽ ശീതളഛായ എന്നോണം എങ്ങുമേ കാരുണ്യമില്ലാത്ത ലോകത്തിലെങ്ങു നിന്നെത്തി നീ ദേവി. ആരൊക്കെ എന്നെ വെറുത്തുപേക്ഷിക്കലും ഖേദിക്കുകയില്ല ഞാനൊട്ടും. നീ എൻ്റെ ജീവനും ജീവനായി ചാരത്തു നിൽക്കുമ്പോൾ എന്തിനു ഖേദം. നീ എൻ്റെ ജീവനും ജീവനായി ചാരത്ത് നിൽക്കുമ്പോൾ എന്തിനു ഖേദം. ശത്രുക്കൾ മാത്രമേയുള്ളെനിക്കെങ്കിലും സംതൃപ്തനാണ് ഞാനെന്നും. ശത്രുക്കൾ മാത്രമേയുള്ളെനിക്കെങ്കിലും സംതൃപ്തനാണ് ഞാനെന്നും. സ്നാപ്പ് നമ്പർ 1074 നമ്മൾ എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഈ 1074 സ്നാപ്പ് 1073 1074 ഈ 2 സ്നാപ്പുകൾ നമ്മളിവിടെ ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് തരികയാണ്. സ്നാപ്സ് ചാക്കോടി എന്തിക്കാട് എന്നുള്ളതിലാണ് ഇന്ന് അത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് EMS പി ജാനനെ കുറിച്ച് പറഞ്ഞതും തോപ്പിൽ ബാസി പി ജാനനെ കുറിച്ച് പറഞ്ഞതുമായ 2 പ്രധാന സ്നാപ്പുകൾ കൂടി ചെയ്തുകൊണ്ട് നമ്മൾ 101ാമത്തെ സ്നാപ്പ് തികയ്ക്കുകയാണ്. അത് എൻ്റെ നാടക സ്മരണകളിൽ വന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഒന്ന് പങ്കുവെക്കേണ്ടതുണ്ട്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് EMS പി ജാനെ കുറിച്ച് എന്ത് പറയുന്നു, തോപ്പിൽ ബാസി എന്ത് പറയുന്നു. ആ 2 സ്നാപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഈ 101 സ്നാപ്പുകൾ മാർച്ച് 27 മുതൽ മെയ് 1 എന്നുള്ളത്
പൂർത്തീകരിക്കാൻ പോവാണ്. അതുവരെ അഭിവാദ്യങ്ങൾ.